കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പച്ചമുളക്, കാന്താരി മുളക് ഉപ്പിലിടരുത് എങ്ങനെയാന്ന് പറയാനാണ്. അപ്പൊ ഞാൻ കാന്താരി മുളക് എനിക്ക് നാട്ടിൽ നിന്ന് വന്ന് അച്ഛൻ കൊടുത്തു വിട്ടതാണ്. അപ്പൊ ഞാനത് നന്നായി കഴുകി ഒരു പേപ്പറിൽ വെള്ളമൊക്കെ പോകാനായിട്ട് ഇതുപോലെ വിരിച്ചു വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ പോയി ഒരു ദിവസം കഴിഞ്ഞിട്ട് ചില്ലുകുപ്പിയിൽ ആദ്യം കാന്താരിമുളകും പിന്നെ കുറച്ച് ഉപ്പും, അങ്ങനെ സ്റ്റെപ്പായിട്ട് കാന്താരിമുളകും ഉപ്പുമായിട്ട് ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് നമ്മൾ പാതി വെള്ളവും വിനിഗറും ചേർക്കണം. അപ്പം ഞാൻ നന്നായി തിളപ്പിച്ച് ചൂടാറിയ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ്. ഇനി അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ വിനിഗർ ഒഴിക്കാൻ പോവാണ്. സെയിം കപ്പിൽ വിനിഗർ, അതേ അളവിൽ വിനിഗർ. ഇനി നമ്മളൊരു മരത്തവ കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മേലെ 1 ടീസ്പൂൺ ഉപ്പും കൂടി തൂവി അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ കാന്താരിമുളകിന്റെ കളറ് ചെറുതായി ഒന്ന് മാറി തുടങ്ങും. ഇതിപ്പോ ഉപ്പിലിട്ട് അന്നാണുള്ളത്. ഇനി 2 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ കളർ ഇതുപോലെ ആവും. കേടാകാതെ 1 വർഷം ആയാലും കേടാവാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാന്താരിമുളക് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ കേടാകാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ബൈ ബൈ ഫ്രണ്ട്സ്.